എല്ലാവർക്കും അവിടെ സമയം അല്പം സ്മരിക്കാവുന്നതാണ്. അമേരിക്കൻ എഴുത്തുകാരി റോസ് ഹാർഡ്വിക്കിൻ്റെ വളരെ ശ്രദ്ധേയമായ ഒരു കവിതയാണ് കർഫ്യൂ ഡു നോട്ട് റിങ് ടു നൈറ്റ്. കർഫ്യൂ ഡു നോട്ട് റിങ് ടു നൈറ്റ്. നിരോധനമണി ഈ രാത്രിയിൽ മുഴങ്ങരുത്. കവിത പിന്നീട് സിനിമയായി. ഇംഗ്ലീഷ് ആഭ്യന്തര യുദ്ധകാലത്ത് പട്ടാള മേധാവിയായിരുന്ന ഒലിവർ ക്രോംവെൽ ബേസിൽ അണ്ടർവുഡ് എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരനെ കൃത്യവിലോപത്തിൽ പിടിക്കപ്പെട്ട് ശിക്ഷിക്കുന്നതാണ് ഈ കവിതയുടെ ഇതിവൃത്തം. ഈ ബേസിലിൻ്റെ കാമുകിയാണ് ലിസ് എന്ന് പറയുന്ന പെൺകുട്ടി. ഈ ലിസിനെ ആ പള്ളിയിലെ കപ്പ്യേര് മണിയടിക്കുന്നയാൾ എടുത്തു വളർത്തിയതാണ്. അപ്പോൾ ഒലിവർ ക്രോംവെൽ പറഞ്ഞു, വളരെ ഗൗരവകരമായ പട്ടാള ചിട്ടയിൽ ജീവിക്കേണ്ട ഒരുത്തൻ തൻ്റെ കാമുകിയെ ഓർത്തിരുന്ന് പട്ടാള ചിട്ടകളിൽ നിന്ന് കൃത്യവിലോപം കാണിച്ചതുകൊണ്ട് ഇത്ര ഗൗരവകരമായ സമയത്ത് നീ മരിക്കണം. അന്ന് രാത്രിയിലെ അവസാനത്തെ പള്ളിമണി മുഴങ്ങുമ്പോൾ തൂക്കിലേറ്റാൻ ഒലിവർ ക്രോംവെൽ കൽപ്പന കൊടുത്തു. തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ മരണവിധി അറിഞ്ഞ ലിസ് തൻ്റെ വളർത്തുപിതാവിനെ കണ്ട്, കപ്പ്യേരെ കണ്ട് പറഞ്ഞു, ഇന്ന് മണിയടിക്കരുത്. പക്ഷേ ഈ കപ്പ്യാർക്ക് ചെവി അധികം കേൾക്കുന്ന ഒരാളായിരുന്നില്ല. എന്താ പറഞ്ഞതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായില്ല. കേൾവിമാന്ദ്യം സംഭവിച്ച കപ്പ്യാർ തൻ്റെ ജോലിയിൽ നിന്ന് വിട്ടുവീഴ്ച ചെയ്തില്ല. അതുമാത്രമല്ല, അയാൾ ഗൗരവത്തോടെ കാര്യം എടുത്തു. വൃദ്ധനായ, കണ്ണിന് കണ്ണാടിയുള്ള, കണ്ണിന് കാഴ്ചമങ്ങലുള്ള, ചെവി മാന്ദ്യമുള്ള ഇയാൾ 3 പ്രാവശ്യം മണിയടിച്ചു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായില്ല ഒച്ച വന്നില്ലെന്ന്. ക്രോംവെൽ പട്ടാളക്കാരെ വിളിച്ചിട്ട് എന്താണ് മണിശബ്ദം കേൾക്കാത്തത് എന്ന് അന്വേഷിച്ചു ചെല്ലുമ്പോൾ ഈ മണിയുടെ നാവിൽ, ഈ ലിസ് വലിയ മണിയുടെ, ആ പ്രദേശത്തെ കത്തീഡ്രൽ ദേവാലയത്തിൻ്റെ വലിയ മണിയുടെ നാവിൽ ലിസ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുകയാണ്. മണിയടിച്ചതുകൊണ്ട് അവളുടെ ദേഹത്ത്, തൻ്റെ ദേഹമാണ് മണിയിലേക്ക് വന്ന് മുട്ടിയത്. അതുകൊണ്ട് തൻ്റെ ദേഹത്ത് മുഴുവനും, മുഖത്തും ദേഹത്തുമൊക്കെ ചോര ഇങ്ങനെ പൊടിഞ്ഞ് ചോര ഒഴുകുകയാണ്. അവൾ ആ വേദനയുടെ ഇടയിലും ഇങ്ങനെ വിതുമ്പുന്നുണ്ടായിരുന്നു, കർഫ്യൂ ഡു നോട്ട് റിങ് ദ ബെൽസ്. ഇന്ന് രാത്രിയിൽ മണിയടിക്കരുത് എന്ന്. പെട്ടെന്ന് മനസ്സിലായില്ലെങ്കിലും ഈ ക്രോംവെല്ലിന് ഈ കാര്യം മനസ്സിലാകുകയും അവളുടെ ത്യാഗവും സ്നേഹവും കണ്ടിട്ട് ബേസിലിനെ മോചിതനാക്കുന്നുണ്ട്. റോസ് ഹാർഡ്വിക്ക് തെർപ്പിൻ്റെ 1850 ജനിക്കുകയും 39 മരിക്കുകയും ചെയ്ത അമേരിക്കയിലെ ഏറ്റവും മനോഹരമായ എഴുത്തുകാരി ഈ കവിത പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അവൾ പറയുന്നൊരു കാര്യമുണ്ട്. അപകടകരമായ ഒരു അനുഭവത്തിൽ നിന്ന് തൻ്റെ സ്നേഹം കൊണ്ട് മാത്രം ഒരാളെ വീണ്ടെടുക്കാൻ എത്ര ത്യാഗമാണ് ആ പെൺകുട്ടി ചെയ്യുന്നത്. അങ്ങനെ അപകടകരമായൊരു കുരിശോർമ്മയാണ് നാം ഇന്ന് ആദരവോടെ കാണുന്നത്. പാപത്തിൻ്റെ അന്ധകാരത്തിലായ മനുഷ്യനെ മരണത്തിൻ്റെ മണിമുഴക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ ക്രിസ്തു നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മെപ്പോലെ ഒരാളായി ഈ ഭൂമിയുടെ ശ്വാസം ശ്വസിച്ച് ഈ മണ്ണിൽ നടന്ന് നമുക്ക് വേണ്ടി ഒടുവിൽ ക്രൂശിൽ അവസാനത്തെ തുള്ളി രക്തവും ഊറ്റിത്തരുകയാണ്. അന്നാസ് കയ്യാഫാവരുടെ അസൂയയും യൂദാസിൻ്റെ ആർത്തിയും പീലാത്തോസിൻ്റെ അധികാരപ്രമേയതയും ഹെറോദസിൻ്റെ അഹങ്കാരവും ഒക്കെ ചേർന്നാണ് ക്രിസ്തുവിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. സാധാരണ മനുഷ്യർ എല്ലാവരും ചേർന്ന് അവന് എതിരായി നിന്നു. ക്രിസ്തു ഇല്ലാതിരുന്നിട്ടും അവനുണ്ടായി.
അലി കടുകശ്ശേരിയുടെ ഒരു കവിതയുണ്ട്. ആത്മീയം എന്നാണ് കവിതയുടെ പേര്. പീലാത്തോസ് ആദ്യം തന്നെ ഈ കാര്യത്തിൽ നിന്ന് ഒഴിവാകാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവനകത്തേക്ക് പെടുകയാണ് ചെയ്തത്. പീലാത്തോസിൻ്റെ ഭാര്യയെ വളരെ ശക്തമായി ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും ജനത്തെയും തൻ്റെ അധികാരത്തെയും ഓർത്ത് അവൻ ഇതിനകത്തേക്ക് വരികയാണ് ചെയ്തത്. നമുക്കറിയാം, ക്രിസ്തുവിൻ്റെ കൂടെ നടന്ന് യൂദാസ് ചോദിക്കുന്നുണ്ട്, ഞാൻ അവനെ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ എനിക്ക് എന്ത് കിട്ടും എന്ന്. ഈ ചോദ്യം എപ്പോഴും നമ്മളും ഇന്നും ചോദിക്കുകയാണ്. 30 വെള്ളിക്കാശിനാണ് ക്രിസ്തുവിനെ യൂദാസ് ഒറ്റിയതെങ്കിൽ ഞാനും നിങ്ങളുമൊക്കെ നിസ്സാരമായ സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും അംഗീകാരത്തിനും ഒക്കെ വേണ്ടി ഇന്നും തമ്പുരാനെ ഒറ്റുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടെയാണ്. മാത്രമല്ല, കടുകശ്ശേരിയുടെ കവിതയിൽ കടുകശ്ശേരി ചോദിക്കുന്നുണ്ട്, ആരാണ് ആത്മീയത പഠിപ്പിക്കുന്നത്? പുരോഹിതന്മാരാണോ? അല്ല. പുരോഹിതന്മാരും മനുഷ്യരുമൊക്കെ എന്ത് കിട്ടുമെന്ന് വിചാരിച്ച് ജീവിക്കുന്നവരാണ് എല്ലാവരും. പക്ഷേ ഈ പ്രകൃതിയാണ് നമ്മളെ ഏറ്റവും വലിയ ആത്മീയത പഠിപ്പിക്കുന്നതെന്ന് അലി കടുകശ്ശേരി പറയുന്നുണ്ട്. എല്ലാം തന്നിട്ടും ഒന്നും ചോദിക്കാതെ പിന്നെയും നമുക്ക് പിന്നെയും നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതി. ഒന്നും ആവശ്യപ്പെടുന്നില്ല. അതുപോലെ തന്നെയാണ് ക്രിസ്തുവും നിലനിൽക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തണം. ഒന്നും ആഗ്രഹിക്കാതെ എല്ലാം നൽകിക്കൊണ്ട് തമ്പുരാൻ നിൽക്കുകയാണ്. ഈ ദിവസത്തെ പ്രത്യേകത, ദിവസത്തിൻ്റെ ദൂത് നൽകുവാനായിട്ട് പ്രിയപ്പെട്ട അച്ഛൻ ഇപ്പോൾ ഒരുങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട അച്ഛൻ നിന്ന് നമുക്ക് കേൾക്കാം. പാർക്കുന്നു. ബാവായും പുത്തനും ശുദ്ധമുള്ള റുഹായുമായ സത്യേക ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ബലഹീന്മാരും പാപികളുമായ നമ്മുടെ മേൽ തൻ്റെ കരുണയും മനോഗുണവും 2 ലോകങ്ങളിലും സദാ വസിച്ചിരിക്കുമാറാകട്ടെ. ആമീൻ. അറിയുന്ന തിരുമേനി, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വിശുദ്ധ ജനമേ, ക്രൈസ്തവ കുലത്തെ സംബന്ധിച്ച് ഇതിനേക്കാൾ വലിയൊരു ദിവസമില്ല. അത്രയേറെ പ്രാധാന്യമേറിയ ഒരു ദിവസത്തിലൂടെ ഇന്ന് ലോക ക്രൈസ്തവ സഭ മുഴുവനും കടന്നു പോകുമ്പോൾ പൗരസ്ഥിരായ നാം ഇതിനെ ദുഃഖവെള്ളി എന്നൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ പാശ്ചാത്യ ദേശത്ത് മുഴുവനത് ഗുഡ് ഫ്രൈഡേ എന്ന പേരിൽ അറിയപ്പെടുകയാണ്. യഥാർത്ഥത്തിൽ ഈ പേരിൻ്റെ ഒരു കോൺട്രാവേഴ്സൽ തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. ഇതൊരു ദുഃഖിക്കേണ്ട ദിവസമാണോ അതോ ഒരു നല്ല ദിവസമാണോ? സഭാപിതാക്കന്മാർ ഇതിനെ വലിയ വെള്ളിയാഴ്ച എന്ന് വിളിച്ചിരിക്കുന്നത്. അതായത് ഒരു ക്രൈസ്തവ സംവത്സര കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വെള്ളിയാഴ്ചയായിട്ടാണ് ഈ വെള്ളിയാഴ്ചയെ കാണുന്നത്. കാരണം ഈ വെള്ളിയാഴ്ച ഉണ്ടായത് കൊണ്ടാണ് മറ്റെല്ലാ ആരാധനകളും ഉണ്ടായത്. കേവലം വർഷത്തിലൊരിക്കൽ മാത്രം ദൈവാലയത്തിൽ വന്ന് ഈ ശുശ്രൂഷാധികാരികൾ സംബന്ധിച്ച് തിരികെ പോകുമ്പോൾ എല്ലാ ബലികളിലും നടക്കുന്നത് ഈ ക്രൂശ് മരണം തന്നെയാണ്. ഈ ബലിയിലെ യാഗമാണ് എല്ലാ വിശുദ്ധ കുർബാനകളുടെയും പൂർത്തീകരണം. അപ്പോൾ ബലിയായി തീരുന്ന മശിഹ, അവൻ ബലിയായി അർപ്പിക്കപ്പെട്ടപ്പോൾ നമുക്ക് വേണ്ടി അവനെ തന്നെ ഭാഗിച്ചു നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം മൽക്കീസദേക്ക് ക്രമപ്രകാരമുള്ളതായ ആ ബലിയിൽ അപ്പം എടുത്തിട്ട് തൻ്റെ ശരീരമാണെന്ന് പറഞ്ഞപ്പോൾ ഇന്നലത്തെ പ്രിമ്യുവിൻ്റെ ശേഷമുള്ള ശദ്രായിൽ നാം വായിച്ചു കേട്ടു, അവൻ മരിച്ചില്ല എങ്കിൽ എങ്ങനെ അവൻ്റെ ശരീരം നമുക്ക് വശിക്കാൻ തക്കവണ്ണം അവൻ നൽകാൻ കഴിയും? ഇനി അവൻ ജീവിച്ചില്ല എങ്കിൽ എങ്ങനെ നമ്മെ അവൻ്റെ ശരീരഭക്ഷണം മൂലം ജീവനുള്ളവരാക്കി തീർക്കാൻ അവന് കഴിയും? അപ്പോൾ അവൻ മരിക്കുകയും ചെയ്തു, ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവൻ്റെ ബലി ഇത്രയേറെ പ്രാധാന്യമുള്ളതായി തീർന്നത്. ഒരു അക്രൈസ്തവന തത്വശാസ്ത്രജ്ഞൻ ഈ മശിഹായുടെ ബലി അനുഭവത്തിൻ്റെ വേദഭാഗം വായിച്ച ശേഷം പറയുന്നൊരു കാര്യമുണ്ട്. ക്രൈസ്തവർ യേശുവിനെ ദൈവമായി കാണാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ, ഇതുപോലെ ചരിത്രത്തിൽ ഒരുത്തനും ചെയ്തിട്ടില്ല. കാരണം മരിക്കുകയും മരണത്തിൽ നിന്ന് ജീവിക്കുകയും ചെയ്ത് അങ്ങനെ ഒരുത്തൻ്റെയും പേര് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്ന്. അപ്പോൾ ഇവൻ്റെ പ്രാധാന്യം, ഇവൻ മരിച്ചു എന്ന് മാത്രമല്ല, മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്തു മാത്രമല്ല, സമസൃഷ്ടിയെ മുഴുവൻ, തൻ്റെ സൃഷ്ടിവർഗത്തെ മുഴുവൻ അതിൽ നിന്ന് ഉയർപ്പിച്ചു എന്നുള്ളതാണ് ഇവൻ്റെ പ്രാധാന്യം. അവൻ്റെ ഈ മഹാബലിയുടെ ദിവസത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ ഇതൊരു നല്ല വെള്ളിയാഴ്ചയാണ്. അത് ദുഃഖിക്കേണ്ട കാര്യമില്ലെന്ന് പറയാൻ കൃത്യമായ കാരണമുണ്ട്. നമ്മളാൽ വീട്ടപ്പെടുവാൻ കഴിയാതിരുന്നതായ വലിയൊരു കടം നമുക്ക് പകരക്കാരനായി ഒരുത്തൻ വീട്ടിയപ്പോൾ
എന്നെക്കൊണ്ട് താങ്ങാനാകുന്നതിനപ്പുറമായ സാമ്പത്തിക ബാധ്യത എനിക്ക് ആരെങ്കിലും വീട്ടിൽ തന്നാൽ ഞാൻ ആ ദിവസം സന്തോഷിക്കേണ്ടതും ആനന്ദിക്കേണ്ടതുമായ ദിവസമാണ്. ആത്മനിർവൃതിയും സംതൃപ്തിയും അണയേണ്ട, ആവശ്യത്തിന് ഭക്ഷണം കഴിക്കേണ്ട ദിവസമാണ്, സ്വസ്ഥമായി ഉറങ്ങേണ്ട ദിനമാണ്. പക്ഷേ എവിടെയാണ് ഈ ദുഃഖം കടന്നു വരേണ്ടത്? എവിടെയാണ് ദുഃഖത്തിൻ്റെ ആവശ്യകത? കർത്താവേ, നീ ചോദ്യം നിജദാസനിൽ നിന്നേ മശിഹാൻ വിധി നാൾ അൻപാലടിയാരിൽ ദയ ചെയ്യുക. നീ ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആരിൽ നിന്നാ? നിന്റെ ദാസനിൽ നിന്ന്. യജമാനൻ ദാസന്മാരിൽ നിന്ന് ചോദ്യം ചെയ്യപ്പെട്ടപ്പോൾ, കർത്താവേ, നീ ന്യായം വിധിക്കപ്പെട്ടപ്പോൾ, നീ സർവ്വന്യായാധിപനായി നിന്ന് ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. ആ നാളിൽ നീ എന്നോട് കരുണ ചെയ്യണമേ. നീ ക്രൂശിലേറുവാൻ തക്കവണ്ണം ഞാനും കാരണക്കാരനായി തീർന്നല്ലോ. പിതാക്കന്മാരുടെ പ്രാർത്ഥനകളിൽ പിതാക്കന്മാർ ചൊല്ലുന്നുണ്ട്, കുരിശു പരിതപിക്കുക, തരൂ വൃക്ഷം പരിതപിക്കുക, പരാതി പറയുക, പരിഭവപ്പെടുക. എനിക്ക് എന്ത് കഷ്ടം! സൃഷ്ടാവായ ദൈവം എൻ്റെ മേൽ തൂങ്ങുവാൻ തക്കവണ്ണം അവനെ തൂക്കിധാരി ആയിക്കൊള്ളട്ടെ. പക്ഷെ ഞാനും അതിനൊരു കാരണക്കാരനായല്ലോ. അവനെ നഗ്നതയോടെ വഹിക്കുവാൻ തക്കവണ്ണം, അവൻ്റെ രക്തത്തുള്ളികൾക്ക് സാക്ഷ്യം നൽകുവാൻ തക്കവണ്ണം ഞാനും ഒരു കാരണക്കാരനായല്ലോ എന്നോർത്തപ്പോൾ വൃക്ഷം പോലും പരിതപിക്കുന്നതായ രംഗം എത്ര അലങ്കാരികമായിട്ട് പിതാക്കന്മാർ നമ്മുടെ മുമ്പ് വർണ്ണിച്ചു കാണിക്കുന്നത്. അപ്പോൾ ഇത് കേവലം 2000 വർഷം മുമ്പ് നടന്ന ചരിത്ര സംഭവത്തിൻ്റെ പുനരാവിഷ്കരണമല്ല. പിന്നെയോ 2026 ആണ്ട് മാർച്ച് മാസം 3-ാം തീയതി ഇന്ന് ഈ മരുഭൂപ്രദേശത്ത് നമുക്ക് വേണ്ടി യാഗമായി തീർന്ന മശിഹായുടെ യാഗം നാം ഓരോരുത്തരും ആ ബലിയോട് ചേർന്ന് നിൽക്കുകയും ആ ബലിയിൽ ഭാഗഭാഗിത്വം പ്രാപിക്കുകയും ചെയ്യുന്ന വർത്തമാനകാല അനുഭവമായി മാറ്റപ്പെടുമ്പോഴാണ് ഈ വലിയ വെള്ളിയാഴ്ച നമുക്ക് സന്തോഷത്തിനും ആനന്ദത്തിനും കാരണഹേതുവായി തീരുന്നത്. നീ മരണപ്പെടുവാൻ തക്കവണ്ണം ഞാനുടെ കാരണക്കാരനായല്ലോ എന്നോർ ദൈവം മുമ്പാകെ ദുഃഖിക്കുകയും വിലപിക്കുകയും അനുദപിക്കുകയും ചെയ്യുമ്പോൾ ഇതെൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണല്ലോ. അന്ത്യന്യായവിധിയുടെ നാളിൽ നീ ന്യായാധിപനായി നിന്നുകൊണ്ട് എന്നെ ചോദ്യം ചെയ്യുന്നതായ നാളിൽ വിധി നാൾ അൻപാൽ അടിയാരിൽ ദയ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്കായി വലിയ വെള്ളിയാഴ്ച നമ്മളെ വിളിച്ചുകൊണ്ട് പോകുന്നത്. ഇവിടെ അനേക കാര്യങ്ങൾ ധ്യാന വിഷയമാക്കി മാറ്റാനുണ്ട്. അഭിയെന്ന് തിരുമേനി ഓർപ്പിച്ചതുപോലെ പ്രകൃതിയെ, ആ അന്നുണ്ടായിരുന്ന ആ പ്രകൃതി, സൃഷ്ടിവർഗം മുഴുവൻ പിതാക്കന്മാർ പ്രാർത്ഥനകൾ നമ്മൾ ഓർപ്പിക്കുന്നുണ്ടല്ലോ. സൂര്യൻ തൻ്റെ സൃഷ്ടാവിൻ്റെ നഗ്നതയെ ദർശിക്കാതിരിക്കുവാൻ തക്കവണ്ണം തൻ്റെ ശോഭയെ മറച്ചു കളഞ്ഞു. ഭൂമി അതിനെ ദർശിക്കാതിരിക്കുവാൻ തക്കവണ്ണം കൂരിരുൾ അടഞ്ഞു കളഞ്ഞു. അങ്ങനെ സൃഷ്ടിവർഗം മുഴുവൻ ഈ ബലിയിൽ സംബന്ധിക്കുമ്പോൾ തൻ്റെ സൃഷ്ടിയുടെ മകുടമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിൽ ചിലർ അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന ആർത്തു വിളിക്കുന്ന ആർപ്പുവിളിയിൽ ഗെത്സിമോന്റെ തോട്ടം വിലപിക്കുന്ന ഒരു വിലാപമുണ്ട്. ആദ്യ പുസ്തകത്തിലേക്ക് കടന്നു ചെന്നാൽ സൃഷ്ടികർമ്മത്തിൻ്റെ ആദ്യ ഭാഗത്തൊരു തോട്ടം അവിടെ കാണാൻ കഴിയും. ഏതെൻ്റെ തോട്ടം! എത്ര മനോഹരമായൊരു തോട്ടമാണ്. സകല ഫലവൃക്ഷാദികളാലും ജലസമൃദ്ധിയാലും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു തോട്ടം. ആ തോട്ടത്തിൽ ആദ്യ മാതാപിതാക്കൾ ആനന്ദം കൊണ്ട് ആർത്താടിയപ്പോൾ ഇന്ന് ഗെത്സിമോന്റെ തോട്ടത്തിൽ അവരെ സൃഷ്ടിച്ച് ഏതെൻ്റെ തോട്ടത്തിൽ ആക്കിയവനായ ദൈവം വിലാപത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും ആഴക്കടൽ സൃഷ്ടിച്ചെടുക്കുകയാണ്. അവൻ തൻ്റെ ഹൃദയാന്തർഭാഗത്ത് ആന്തരികവും ആത്മാവിൽ വിലാപം പൂണ്ട് കണ്ണുനീരൊഴുക്കുമ്പോൾ, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിക്കാനല്ല പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത്. അവൻ ദൈവമായിരിക്കെ ഇതെല്ലാം ഏൽക്കാൻ വേണ്ടി വന്നവനാ. അവൻ വെറുതെ വന്നവനല്ല. ഭാഗ്യവാന പൗലോസ് അപ്പോസ്തലൻ കണോസിസ് എന്ന ഗ്രീക്ക് പദം കൊണ്ട് സൂചിപ്പിക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ഫിലിപ്പി സഭയ്ക്ക് അപ്പോസ്തലൻ എഴുതിയ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യം. ശൂന്യവൽക്കരണം എന്ന ആ കണോസിസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ശൂന്യവൽക്കരണത്തിൽ പറഞ്ഞു വെക്കുന്നത് മശിഹായുടെ ക്രൂശുമരണത്തെ പറ്റിയാണ്. മശിഹായുടെ ക്രൂശുമരണത്തെ പറ്റി കണോസിസ് എന്ന ഒറ്റ പദം കൊണ്ട് അപ്പോസ്തലൻ വ്യാഖ്യാനിക്കുമ്പോൾ അപ്പോസ്തലൻ പറയുന്നത് അവൻ ക്രൂശിൽ യാഗമായത് ശൂന്യവൽക്കരിക്കപ്പെടുവാൻ വേണ്ടിയാണ്. അവൻ ആരായിരുന്നു? അവൻ്റെ പ്രതാപം എത്രയോ വലുതായിരുന്നു. അവൻ്റെ ശ്രേഷ്ഠത അണ്ടഘടാകങ്ങൾ ഒതുങ്ങാത്തതായിരുന്നു. എന്നിട്ടും അവൻ ഒന്നുമല്ലാത്തവനെ പോലെ കാണപ്പെട്ടപ്പോൾ അവൻ തിരുമേനി ഓർപ്പിച്ചതുപോലെ ആ സ്നേഹമാണ് അനേക സഹസ്രാബ്ദങ്ങളായി നാം ഏത് അടിമത്തത്തിൻ്റെ ചങ്ങലകളാൽ ബന്ധിതരായിരുന്നോ ആ ബന്ധനങ്ങളിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചത്.
ഏദന്റെ തോട്ടത്തിൽ സന്തോഷാശ്രുക്കൾ പൊഴിക്കുമെങ്കിൽ ഗെത്സിമോന്റെ തോട്ടത്തിൽ വിലാപത്തിന്റെ അശ്രുക്കൾ പൊഴിയുക. ഇവിടെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കപ്പെടണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ പിതാക്കന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കേവലം അവൻ ശരീരത്തിലേക്കുവാൻ പോകുന്ന വേദനയിൽ നിന്ന് മോചനം തരണമെന്നല്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ അവൻ മനുഷ്യനല്ല, അവൻ ദൈവമാണ്, സർവശക്തനായ ദൈവം തന്നെയാണ്. അവൻ്റെ ദൈവത്തെ ഒരിക്കലും അവനിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല. എന്താ അവൻ പ്രാർത്ഥിച്ചത്? ആദിയിൽ ഒരു തോട്ടത്തിൽ നിന്നുള്ള ഉച്ചാടനത്തിന് നമ്മുടെ സൃഷ്ടി കാരണക്കാരായി തീർന്നല്ലോ, അതിൽ നിന്ന് പിതാവേ നീ അവരെ മോചിപ്പിക്കണമേ. ആ പുത്രന്റെ വിധേയത്വമാണ്. നീ മോചിപ്പിക്കണമെന്ന് പറയുവാൻ അവൻ അവകാശമുള്ള പുത്രനാ. അവൻ അന്യനും കവിയുടെയുമല്ല. അവൻ അവൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി നീ മോചിപ്പിച്ചേ മതിയാവൂ എന്ന് പറയാം. പക്ഷെ അവൻ പറയുന്നില്ല. അവൻ അപേക്ഷിക്കുക അപ്പനോട്. വിധേയത്വമുള്ള പുത്രൻ, ആ പദം കൊണ്ടാ പൗലോസ് അപ്പോസ്തലൻ അവനെ സൂചിപ്പിക്കുന്നത്. വിധേയത്വമുള്ള പുത്രൻ. ആ വിധേയത്വമുള്ള പുത്രന്റെ സ്ഥാനത്ത് നിന്നാണ് അവൻ അപേക്ഷിക്കുക, കഴിയുമെങ്കിൽ ആ പാനപാത്രം ഉണ്ടല്ലോ അതങ്ങ് നീക്കിക്കളയണമേ. നിന്റെ സൃഷ്ടിയോട് നീ ഇനി കോപിക്കരുതേ. പാപത്തിൻ്റെ മോചനത്തിൽ നിന്ന് അവരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഗെത്സിമോന്റെ തോട്ടത്തിലുള്ള വിലാപം, പാറപ്പുറത്തിരുന്നു കൊണ്ട് തൻ്റെ കണ്ണുനീരുകളെ ആ പാറമേൽ ചാലിച്ചുകൊണ്ട് അവൻ വിലപിക്കുമ്പോൾ ഒരേ പ്രാർത്ഥന 3 തവണ ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഓരോ തവണയും വന്നിട്ട് തൻ്റെ ശിഷ്യന്മാരോട് ഉണർന്നിരിപ്പാൻ തക്കൊണ്ട് ആഹ്വാനം ചെയ്തിട്ട് അവസാനം നിങ്ങൾ ഉറങ്ങിക്കൊള്ളുവാൻ പറയാൻ ഒറ്റ കാരണമേ ഉള്ളൂ. ഞാൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന സ്വർഗോന്നതങ്ങളിൽ കേട്ട് കഴിഞ്ഞു. ഇനി നിങ്ങൾ ഉണർന്നിരുന്ന് ജാഗ്രതയോടെ പ്രാർത്ഥിക്കുകയൊന്നും വേണ്ട. നിങ്ങൾക്ക് സ്വസ്ഥമായി ഉറങ്ങുവാൻ എൻ്റെ പിതാവ് നിങ്ങളോട് കരുണ ചെയ്തു. ഇത്ര ശ്രേഷ്ഠമായ അനുഭവത്തിന് ഗെത്സിമോന്റെ തോട്ടം സാക്ഷ്യം വഹിക്കുന്നത്. നാം ഏത് ചങ്ങലകളാൽ അടിമപ്പെട്ടിരുന്നോ, ഏത് ചങ്ങലകൾക്ക് നാം ബന്ധനസ്ഥരായിരുന്നോ, ആ ചങ്ങലകളിൽ നമ്മളെ വിമോചിപ്പിക്കുവാൻ തക്കവണ്ണം രക്തത്തുള്ളികൾ പോലെ കാണപ്പെട്ട കണ്ണുനീർത്തുള്ളികളെന്ന് വേദശാസ്ത്ര ഗ്രന്ഥകാരന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ കണ്ണുനീർത്തുള്ളികൾക്കും രക്തത്തുള്ളികൾക്കും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കണ്ണുനീർത്തുള്ളി കേവലം ചൂടടിക്കുമ്പോൾ ബാഷ്പമായി പോകാവുന്നതാണെങ്കിൽ രക്തത്തുള്ളികൾ എന്നേക്കും അടയാളത്തെ അവശേഷിപ്പിച്ച് മാറ്റപ്പെടുന്നവയാണ്. രക്തക്കറ ഒരിക്കലും മാറ്റപ്പെടുന്ന കറയല്ല. അതുകൊണ്ടാണ് ഗ്രന്ഥകാരൻ അവിടെ വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുന്നത് അവൻ്റെ വിയർപ്പ് തുള്ളികൾ രക്തക്കറകൾ പോലെ അവശേഷിച്ചു എന്ന്. അതായത് കേവലം കണ്ണുനീരും വിയർപ്പ് ഒഴുക്കാൻ വേണ്ടി വന്നവനല്ല, വിശേഷിപ്പിച്ചിട്ട് പോകുവാൻ തക്കവണ്ണം വന്നവനാ. എന്താ കാര്യം? പിതാവേ, ഈ രക്തക്കറ കാണുമ്പോൾ നീ ഓർത്തു കൊള്ളണം, നിന്റെ ഏകജാതനായ പുത്രൻ, നിന്റെ വത്സലകുമാരൻ കരഞ്ഞത് എന്തിനു വേണ്ടിയാ? കഴിയുമെങ്കിൽ ആ പാനപാത്രം, ഏത് പാനപാത്രം? പർദീസയിൽ ആദാം നഷ്ടപ്പെടുത്തി കളഞ്ഞതായ ആ പാനപാത്രം അവനിൽ നിന്ന് നീങ്ങി ജീവന്റെ പർദീസയ്ക്ക് അവൻ അർഹനായി തീരുവാൻ തക്കവണ്ണം ജീവന്റെ ഫലം അവനെ നീ കുടിപ്പിക്കുകയും ഭക്ഷിപ്പിക്കുകയും ചെയ്യണം. വീർപ്പുള്ളികളാണെങ്കിൽ അത് നാമാവിശേഷമായി പോകും. എന്നാൽ രക്തക്കറകൾ അവിടെ അവശേഷിക്കുന്നിടത്തോളം കാലം ഭൂമിയും സ്വർഗവും തമ്മിൽ ചെയ്ത ഉടമ്പടി പത്രത്തിൻ്റെ അവശേഷിപ്പാത്. ആ ശേഷിപ്പുള്ളിടത്തോളം കാലം പിതാവിന് നമ്മളെ മറക്കുവാൻ കഴിയുകയില്ല. കാരണം തൻ്റെ ഏകജാതൻ കരഞ്ഞതും വിയർപ്പൊഴുക്കിയതും ആ വിയർപ്പ് തുള്ളികൾ രക്തക്കറ പോലെ അവശേഷിച്ചതും നമുക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ വലിയ വെള്ളിയാഴ്ചയുടെ ദിവസം ഇത് കേവലം ദുഃഖത്തിൻ്റെയും വിലാപത്തിൻ്റെയും ദിവസമല്ല, പിന്നെയോ സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മനിർവൃതിയുടെയും ദിവസമാണ്. എനിക്ക് വേണ്ടി വിയർപ്പ് തുള്ളികളെ രക്തക്കറകളാക്കി മാറ്റിയ ദൈവം ഗെത്സിമോന്റെ തോട്ടത്തിൽ കരഞ്ഞത് അവൻ ആവശ്യമുണ്ടായിരുന്നിട്ടല്ല, പിന്നെയോ എന്നെ ബന്ധനത്തിൽ വിമോചിപ്പിക്കുവാൻ തക്കവണ്ണം. ആ ബന്ധനത്തിൽ വിമോചിക്കപ്പെട്ടതായ ദിവസം നമുക്ക് സന്തോഷിക്കാം. എനിക്ക് വേണ്ടി യാഗമായി തീർന്ന ക്രിസ്തുവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് ഞാൻ വ്യത പൂണ്ടുമ്പോൾ എനിക്ക് മോചനം കിട്ടിയെന്നതിൽ സന്തോഷിക്കുവാൻ ആനന്ദിക്കുവാൻ നമുക്ക് അവസരമുണ്ട്. ഈ കാലവും മാറിപ്പോകുമെന്ന് നമ്മുടെ പൂർവികർ നമ്മളെ ഓർപ്പിച്ച പ്രകാരം ഈ പ്രതിസന്ധികളൊക്കെയും മാറി സ്വസ്ഥതയോടെയും സമാധാനത്തോടെയും ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഈ അവസരങ്ങളൊക്കെയും നൽകി തരുന്ന പരമകാരുണ്യവാനായ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മുടെ ശിരസ്കരായി നിന്നുകൊണ്ട് നമുക്കെല്ലാ സഹായങ്ങളും ചെയ്തു തരുന്ന ഈ ദേശത്തെ ഭരണാധികാരികളുടെയും ഭരണ സംവിധാനങ്ങളുടെയും മുമ്പാകെ നമ്മുടെ കടപ്പാടുകളെ നമുക്ക് കരയേറ്റാം. അവരുടെ രീതികളോട് അവരുടെ നിർദ്ദേശങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം നമുക്ക് കണ്ണുനീരോടെ ആയിരിക്കാം. ഇന്ന് ദേവാലയത്തിൽ ഒത്തുകൂടുവാൻ കഴിയാതെ ഭവനങ്ങളിൽ തങ്ങളുടെ എല്ലാ പരസ്യകാര്യങ്ങളിൽ നിന്നും മാറി ദൈവമുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിച്ച് കഴിയുന്ന വിശ്വാസ സമൂഹത്തെ മുഴുവൻ ഈ ബലിപീഠത്തിങ്കിൽ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങളുടെ ആകുലതകളെയും നിങ്ങളുടെ വേവലാതികളുടെയും നിങ്ങളുടെ മനസ്സിൻ്റെ നൊമ്പരങ്ങളെയും കണ്ടറിയുന്നവനായ ദൈവം അവൻ്റെ ബലിയിൽ സംബന്ധിക്കുവാൻ തക്കവണ്ണം
അതിവിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്കും ഭാഗ്യവും അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ ഓരോരുത്തരെയും പേരുപേരായ ദൈവം മുമ്പാകെ ഓർത്തുകൊണ്ട് നിർത്തട്ടെ. ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. അടിയാരുടെ മൃതിപ്പോ കിയമസിഹാമതരാ യോർക്കുയിരും ഞങ്ങൾ കരുൾ കൃപയും മൃതിയാൽ അടിയാരുടെ മൃതിപ്പോ കിയമസിഹാമതരാ യോർക്കുയിരും ഞങ്ങൾ കരുൾ കൃപയും